അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിരിഞ്ഞിറങ്ങി 5 മുതൽ 7 ദിവസം വരെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ വാക്സിനേഷനെ കുറിച്ചാണ്. കോഴി വസന്തയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് വാക്സിനേഷനായ ലെസോട്ട വാക്സിനേഷൻ കൊടുക്കുന്നത്. ഇതടുത്തുള്ള എല്ലാ വെറ്റിനറി മെഡിക്കൽ ഷോപ്പിലും അതുപോലെ ചില ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പുകളിലും ഇത് ലഭിക്കുന്നതാണ്. 33 രൂപയാണ് ഈ ഒരു വാക്സിൻ്റെ വില വരുന്നത്. ഈ ഒരു വാക്സിനേഷൻ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൊടുക്കാനും സാധിക്കുന്നതാണ്. 2 ബോട്ടിലുകളിലാണ് ഈ ഒരു വാക്സിനേഷൻ ലഭിക്കുന്നത്. ഒരു ബോട്ടിലിൽ ഒരു പൗഡർ രൂപത്തിലും മറ്റൊന്നിൽ അതിൽ മിക്സ് ആക്കാനുള്ള ലിക്വിഡ് രൂപത്തിലുമാണ് ഇത് ലഭിക്കുക. അതുപോലെ 7 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായാൽ ഇതിനുള്ളിലെ സ്റ്റെയിനെല്ലാം നഷ്ടപ്പെട്ട് പിന്നീട് ഈ വാക്സിനേഷൻ കോഴികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരുവിധ പ്രയോജനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാക്സിൻ വാങ്ങാൻ കടകളിൽ പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഐസ് ക്യൂബ് ഒരു പാത്രത്തിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വാങ്ങുന്ന കടയിൽ നിന്നും ഐസ് ക്യൂബ് ചോദിച്ച് വാങ്ങുകയോ ചെയ്യേണ്ടതാണ്. ഈ ഒരു വാക്സിൻ കൊണ്ടുവന്നാൽ കഴിയുന്നതും അപ്പോൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുക. ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത്. ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഈ വാക്സിൻ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം ലിക്വിഡ് രൂപത്തിലുള്ള ബോട്ടിലിൻ്റെ അടപ്പ് തുറന്ന് നിബ്ബുള്ള ഭാഗം വലിച്ചാൽ അതിൻ്റെ ലോക്ക് തുറന്നു വരുന്നത്. പിന്നെയാണ് അതുപോലെ പൗഡർ രൂപത്തിലുള്ള ബോട്ടിലിൻ്റെ മുകളിൽ സ്റ്റീലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഒരു കോട്ടിംഗ് ഉണ്ടാകും. അത് കത്തി ഉപയോഗിച്ച് എടുത്തു മാറ്റുക. അതിൻ്റെ മുകളിലായി ഒരു റബ്ബർ ബുഷും ഉണ്ടാകും. അതെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ ലിക്വിഡ് ഈ പൗഡർ ബോട്ടിലിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ബോട്ടിലിൻ്റെ ഒരു പകുതി വരെ ഒഴിച്ച് നമ്മുടെ റബ്ബർ ബുഷ് ഇട്ട് നന്നായി ഷേക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ ലിക്വിഡിൻ്റെ പാത്രത്തിലേക്ക് തന്നെ മാറ്റുക. ഒരു 2-3 തവണ നമ്മൾ ഇതുപോലെ ചെയ്യണം. കാരണം പൗഡറിലുള്ള സ്റ്റെയിൻ മൊത്തം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതിൻ്റെ ഡോസേജൊക്കെ കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2-3 പ്രാവശ്യം ഇതുപോലെ നമ്മൾ ലിക്വിഡ് ഈ പൗഡർ രൂപത്തിലുള്ള ബോട്ടിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ല ഷേക്ക് ചെയ്യുക. ഇങ്ങനെ വീണ്ടും ഈ ലിക്വിഡിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുക. 2-3 പ്രാവശ്യം ഇതേപോലെ ചെയ്യുക. അപ്പോഴേ അതിൻ്റെ സ്റ്റെയിൻ മൊത്തം നമ്മുടെ പൗഡറിലുള്ള സ്റ്റെയിൻ മൊത്തം ഇതിൽ ലഭിക്കുകയുള്ളൂ. അപ്പോഴേ ഇതിൻ്റെ ഡോസേജൊക്കെ കറക്റ്റ് ആവുള്ളൂ. ഇനി നമുക്ക് നേരെ കോഴികൾക്ക് കൊടുക്കാം. അതിനു മുമ്പ് ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിലല്ല, താഴെ തന്നെ വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെയിൻ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറത്ത് വെച്ചത് കൊണ്ട് അതിൻ്റെ ഒരു ഊഷ്മാവൊക്കെ കുറച്ച് കുറഞ്ഞുണ്ടാവും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മിക്സ് ചെയ്ത് മാക്സിമം 1 മണിക്കൂറിനുള്ളിൽ തന്നെ കോഴികൾക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇത് മിക്സ് ചെയ്താൽ പിന്നെ ഒരുപാട് നേരം ഇതിൻ്റെ സ്റ്റെയിൻ നിലനിൽക്കില്ല. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. മാക്സിമം 1 മണിക്കൂർ. മിക്സ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ 2 ബോട്ടിൽ കിട്ടണം അതേപോലെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് കിട്ടുന്ന പോലെ തന്നെ 2 ബോട്ടിലെല്ലാം കിട്ടുക. അതേപോലെ നമ്മൾ മിക്സ് ആക്കാതെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ പൗഡറും ഈ ലിക്വിഡൊക്കെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊരു മാക്സിമം 1 മണിക്കൂറിൽ തന്നെ എല്ലാ കോഴികൾക്കും കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ മാത്രമേ അതിൻ്റെ ഗുണങ്ങളൊക്കെ അതിന് കിട്ടുള്ളൂ. നമുക്ക് ലിക്വിഡിൻ്റെ ആ നിബിൽ ഒരു ഹോളിട്ട് കൊടുക്കാം. അതിൻ്റെ കറക്റ്റ് ഒരു തുള്ളി ചാടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ പിന്നെ നിബിൻ്റെ ഭാഗത്തൊരു ചെറിയ ഹോളിട്ട് കൊടുത്ത് കറക്റ്റ് ഒരു തുള്ളി ചാടുന്നുണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ നേരിട്ട് ഇത് കോഴികൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇത് കൊടുക്കേണ്ട വിധം ഒരു തുള്ളി കണ്ണിലും ഒരു തുള്ളി മൂക്കിലും, അങ്ങനെ ഒരു കോഴിക്കുട്ടിക്ക് 2 ഡോസ് വീതമാണ് കൊടുക്കുന്നത്. ഒരു തുള്ളി കണ്ണിലും ഒരു തുള്ളി മൂക്കിലും.
അതുപോലെ ഈ വാക്സിൻ കൊടുക്കുമ്പോൾ അവരെ കണ്ണിലും മൂക്കിലൊക്കെ ഓരോ തുള്ളി നമ്മൾ ഉറ്റിച്ച് കൊടുക്കുമ്പോൾ അവരുടെ ത്വക്കിലൂടെ ഒരു വെള്ളം ഇറങ്ങുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആയാൽ ഈ വാക്സിനേഷൻ കറക്റ്റായി അവരുടെ ശരീരത്തിൽ എത്തി എന്നാണ് അർത്ഥം. അവരുടെ കണ്ണിലും മൂക്കിലൊക്കെ ഓരോ തുള്ളി ഉടിച്ച് കൊടുക്കുമ്പോൾ ഒരു ത്വക്കിലൂടെ വെള്ളം ഇറങ്ങുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വാക്സിൻ മൊത്തം എല്ലാ കോഴികൾക്കും കൊടുത്തു കഴിഞ്ഞാൽ, എല്ലാ കോഴിക്കുട്ടികൾക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാക്കി വരുന്ന ഈ ലിക്വിഡും ആ ഗ്ലാസും ഒന്നും നമ്മൾ കോഴികൾക്ക് കിട്ടുന്ന ഭാഗത്ത് വെക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് നേരെ വിപരീത ഫലം ചെയ്യുന്നതാണ്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കോഴികൾ കൊത്തി കുടിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിന് കേട്, അവർക്ക് വേറെ അസുഖങ്ങളൊക്കെ വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊരിക്കലും കോഴികൾക്ക് കിട്ടാത്തതാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിലെ കോഴികൾക്കല്ല, അടുത്ത വീട്ടിലൊക്കെ കോഴികളുണ്ടെങ്കിൽ അവർക്കൊന്നും കിട്ടാത്ത രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. എവിടെയെങ്കിലും പുറത്തെല്ലാം കൊണ്ടുപോയി ഒഴിവാക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കോഴി വളർത്തുന്ന മറ്റ് നിങ്ങളുടെ ബന്ധുക്കളിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്കൊരു ഉപകാരപ്പെടുത്താൻ എല്ലാവർക്കും നമുക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡിസ്ലൈക്ക് അയക്കാൻ, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്താം. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാൻ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. നമ്മളിപ്പോൾ ഇവർക്ക് ഈ വാക്സിനൊക്കെ കൊടുത്തിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ വേറെ വെച്ച് കൊടുക്കുന്നത്. അത് എൻ്റെ ഒരു തിയറി വെച്ചിട്ടാണ്. അത് പ്രോപ്പറാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നൊരു കാര്യം നിങ്ങളിൽ പറഞ്ഞു എന്നുള്ളൂ. ഞാനങ്ങനെ ചെയ്യുന്ന അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർക്കൊരു ഭക്ഷണം വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ വാക്സിൻ ശരീരത്തിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള സമയം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം.